നമുക്കിന്ന് നാട്ടിൽ നിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് സംസാരിച്ചാലോ? ആൻഡ് ദാറ്റ് ഈസ് ഗോസിപ്പ് കമ്മ്യൂണിറ്റി. ഗോസിപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഏജ്, റിലീജിയൻ, റീജിയൻ, ലാംഗ്വേജ് ഇമാതിരിയുള്ള ബാരിയേഴ്സ് ഒന്നുമില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പോലും ഞാൻ ഇത്ര യൂണിറ്റ് കണ്ടിട്ടില്ല. ഇവർ കാറ്റഗറൈസ് ചെയ്യുന്നതിന് മെയിനായിട്ട് ഒരു ബേസിക് ആണുള്ളത്, അതായത് ക്ലോത്തിങ്. ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിന് ഇവർ വന്നിട്ട് പറയും, എന്തോരം ഡ്രസ്സുകളാ കൊച്ചിന്, നാട്ടിൽ നിന്നുള്ള ഡ്രസ്സസ് ഇങ്ങനെ വാങ്ങുമ്പോഴത്തേക്കിന് എന്തോരം പൈസ ഇവിടെ വന്ന് നാട്ടിലെ ഡ്രസ്സുകളൊക്കെ വാങ്ങാനിട്ട്, എന്തിനാ ഇതിന് മാത്രം പൈസ കളയുന്നേ, സേവ് ചെയ്ത് വെച്ചൂടെ? ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഞാൻ എങ്ങനെ ചെലവാക്കണമെന്ന് നാട്ടിൽ നിന്നുള്ള ഗോസിപ്പ് കമ്മ്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സസ് ഇട്ട് കഴിഞ്ഞാൽ, ബോഡിക്കോൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കാല് കാണുന്നു, കൈ കാണുന്നു, തല കാണുന്നു. ഞാൻ കാനഡ വന്ന് പറുതയിട്ടു നടക്കാനാ? ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ കോൺഫിഡൻസ് ഇരിച്ച് അവർ നാട്ടത്തെ പോലെ ഇവിടെ ചുരിദാറും ചോളിട്ടോണ്ട് നടക്കണോ? അല്ല, നടക്കണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നാട്ടിലത്തെ പോലത്തെ ഡ്രസ്സ് ഇടാനാണെങ്കിൽ നാട്ടിൽ നിൽക്കത്തില്ലേ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ നല്ലൊരു ശതമാനം ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി അവരോരോ പോസ്റ്റ് ഇടുമ്പോഴത്തേന് അതിനകത്ത് അഭിപ്രായം പറയാൻ നിൽക്കുന്നത് എന്തിനാ? പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത കാര്യത്തിന് പോകും. ഈ പിള്ളേർ ഇത് കേട്ടിട്ട്, അയ്യോ അത് വൃത്തികേടാണോ, ഇത് വൃത്തികേടാണോ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ ആ കുട്ടികൾ അവരുടെ പോസ്റ്റ് ഇടാണ്ടിരിക്കും. ഇനി അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് എന്തോ വേണമെന്ന്. ഒന്നും വേണ്ട, ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയാതിരുന്നൂടെ? ഇനി ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇച്ചിരി പ്രശ്നം ഉണ്ടാവും എന്നെനിക്കറിയാം. പ്രശ്നമുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഐ ഡോണ്ട് കെയർ. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐ ഡോ കെയർ സെറ്റപ്പിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, പ്ലീസ് ഗേളീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടൂ. മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, പ്ലീസ് ഡു ലീവ് യുവർ ഓൺ ലൈഫ്. അതിനു പകരം നമ്മൾ മറ്റാരെയും കൊണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഡിസിഷൻസ് എടുപ്പിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ആ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവരാവശ്യമില്ലാത്ത കാര്യത്തിന് എല്ലാം അഭിപ്രായം പറയും. പിന്നെ നമ്മുടെ ലൈഫ് വേറെ ആരെങ്കിലും ആയിരിക്കും ജീവിക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.